ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഒരു 2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ തക്കാളിയും. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം ചതച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾക്ക് ചതച്ചിട്ടെടുക്കാം. തക്കാളിയുടെ ആ നീരെല്ലാം ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് തന്നെ നമുക്ക് ചതച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു അരപ്പ് ഉലുവ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് ഈ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയിട്ടെടുക്കണം. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വഴറ്റിയിട്ടെടുക്കേണ്ട. തീ ലോ ഇട്ടിട്ട് മാത്രമേ നമുക്ക് വഴറ്റിയിട്ടെടുത്താൽ മതി. ഒരിക്കലും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട. ഇനി നമുക്ക് ഇതിലോട്ട് 1.5 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണ് വേണ്ടതുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. നന്നായിട്ട് മഞ്ഞ കളറിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ചുവന്ന കളറിലാണെങ്കിൽ നമുക്ക് ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്തിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ്. പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ പുളിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ കുറുകിയെടുത്ത പുളിയുടെ ചാറ് നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് കൊടുക്കാം. തക്കാളി എടുക്കുമ്പോൾ ഒരു 4 എണ്ണം തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ചെറിയ തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ പുളി ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളി ചേർത്ത് കൊടുക്കേണ്ട, എങ്കിലും തക്കാളിക്ക് അനുസരിച്ച് നമ്മൾ പുളി കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മൂടി വെച്ചിട്ട് ആ തിളച്ച് വരുന്ന സമയത്ത് നമ്മളുടെ കരിമീൻ ചേർത്തിട്ട് കൊടുക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ പുളിവെള്ളവും ആ ഒരു മിക്സ് എല്ലാം നന്നായിട്ട് തിളച്ച് കിടക്കണം. തിളച്ച് കിടക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കേണ്ട, പെട്ടെന്ന് ഉടഞ്ഞു പോവും. അപ്പോൾ നമ്മളുടെ മീൻ മുളകിട്ടത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെയായാലും ചപ്പാത്തിയുടെ കൂടെയോ എല്ലാം കഴിക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പ്ലീസ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്ക് ബട്ടണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ നമ്മൾക്ക് വ്യത്യസ്ത വീഡിയോയുമായി വീണ്ടും കാണാം.